ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് പേപ്പർ സെറ്റിനകത്തുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിഖ്യാതമായ ഏത് ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫറുടെ പേര് അടുത്തിടെ നീക്കം ചെയ്തത്? ഏത് ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ്? നാംപാം പെൺകുട്ടിയുടെ ആ ഒരു ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ എന്നറിയപ്പെട്ടിരുന്ന നിക്കൂട്ടിൻ്റെ പേര് നീക്കം ചെയ്തത്. ഓക്കെ, അടുത്തിടെ അന്തരിച്ച ഹോസെ മുസിക ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു? ഏത് രാജ്യത്തിൻ്റെ ആയിരുന്നു? ഉറുഗ്വയുടെ ആയിരുന്നു. ഓക്കെ, അതുപോലെ ഇനി മുതൽ രാജ്യത്ത് ആയുർവേദ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ 23. ഇനി മുതൽ രാജ്യത്ത് ആയുർവേദ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 23. അതുപോലെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലിന്റെ പേര് എന്താണ്? പേര് ഭാർഗവാസ്ത്ര. എന്താണ്? ഭാർഗവാസ്ത്ര. 2.5 കിലോമീറ്റർ ദൂരപരിധി ഇതിനുണ്ട്. ഓക്കെ, ഈ അടുത്ത് നമ്മുടെ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുത്തത് ആരെയാണ്? ലോറൻസ് വോങ്ങിനെയാണ് സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുത്തത്. അതുപോലെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് എന്ന് പറയുന്ന സർവകലാശാല. ഓക്കെ, ഷിക്കാഗോ ആണ് ഇതിന്റെ ആസ്ഥാനം. UPSC ചെയർമാനായിട്ട് തെരഞ്ഞെടുത്ത ആരെയാണ്? നമ്മുടെ അജയ് കുമാറിനെയാണ്. മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്നു. 1985 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ അജയ് കുമാർ എന്ന് പറയുന്നത്. അപ്പൊ അജയ് കുമാർ ബല്ലെ മണിപ്പൂരിന്റെ ഇപ്പോഴത്തെ ഗവർണറാണ് കേട്ടോ, അതും പഠിച്ചു വെച്ചേക്കാം. ഏത് രാജകുടുംബമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആഡംബര വിമാനം സമ്മാനിച്ചത്? ഏത് രാജകുടുംബമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആഡംബര വിമാനം സമ്മാനിച്ചതെന്ന് ചോദിച്ചാൽ ഖത്തറാണ്. അടുത്ത നെഹ്റു യുവ കേന്ദ്രത്തിന്റെ പുതിയ പേരെന്താണ്? മേരാ യുവഭാരത്. മേരാ യുവഭാരത്. പാകിസ്ഥാനിൽ നിന്ന് ഏത് പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യമാണ് അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത്? ഏതിന്റെയാണ്? ബലൂചിസ്ഥാൻ. ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായ BR ഗവായി ഏത് മതവിശ്വാസിയാണ്? ബുദ്ധ മതവിശ്വാസിയാണ്. അതുപോലെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ദളിതനാണ് BR ഗവായി. ഓക്കെ, അതും പഠിച്ചു വെച്ചേക്കുക. അതുപോലെ നമ്മുടെ സുപ്രീം കോടതിയുടെ പഴയ മുദ്ര തിരികെ കൊണ്ടുവന്ന വ്യക്തി ആരാണ്? BR ഗവായി ആണ്. നമ്മുടെ DY ചന്ദ്രചൂഡ് മുദ്ര മാറ്റിയായിരുന്നു, അശോക സ്തംഭമുള്ള മുദ്ര മാറ്റിയായിരുന്നു. അത് നമ്മുടെ BR ഗവായി തിരികെ കൊണ്ടുവന്നു. ഇനി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ദിനം എന്നാണ്? ജൂൺ 1. ജൂൺ 1 സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് രൂപം കൊണ്ടതിൻ്റെ ആ ഒരു ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. 1958 സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് രൂപം കൊണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് റോഡ് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും മോട്ടു എന്ന ആനക്കുട്ടിയുടെ പേരിൽ ചാറ്റ് ബോട്ടും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തിടെ അന്തരിച്ച ലൈല കബീർ ആരാണ്? മുൻ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസിന്റെ ഭാര്യയാണ്. അതുപോലെ നമ്മുടെ ആണവോർജ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തി. ആണവോർജ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തിയാണ്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കിടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ഏഷ്യയിലെ ആണെങ്കിൽ 3ാമത്തെ താരമാണ് കേട്ടോ. അതുപോലെ ദോഹ ഡയമണ്ട് ലീഗിലാണ് 90.23 മീറ്റർ എറിഞ്ഞ് നമ്മുടെ നീരജ് ചോപ്ര 2ാം സ്ഥാനത്ത്, അതായത് സിൽവർ മെഡലാണ് നേടിയത്. ഇപ്പൊ അടുത്തിടെ ഡയമണ്ട് ലീഗ്, പാരീസ് ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് കേട്ടോ, അതും അറിഞ്ഞു വെച്ചേക്കാം. ഇനി നമ്മുടെ അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട കണ്ടെയ്നിങ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് കണ്ടസ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് ആൻഡ് ഇൻഡെക്സ് സ്റ്റോറി ഓഫ് ദി 2024 ഇലക്ഷൻസ് എന്ന പുസ്തകം ആരുടേതാണ്? അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നിട്ടാണ് രചിച്ചത്? കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദും മൃത്യുഞ്ജയ് സിംഗ് യാദവും ചേർന്നിട്ടാണ് ഇത് രചിച്ചത്. ഭീകരതയ്ക്ക് ഒത്താശ ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ എത്ര പ്രതിനിധി സംഘങ്ങളെയാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്? 7 പ്രതിനിധി സംഘങ്ങളാണ്. അടുത്ത 2025 മെയ് 20
2 ശാസ്ത്ര പ്രതിഭകൾ അന്തരിച്ചു. ആരൊക്കെയാണ് അന്തരിച്ചത് 2025 മെയ് 20-ന്? ജയന്ത് നാർലിക്കർ, നമ്മുടെ ഹോയ്ലി നാർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലൂടെ നമ്മുടെ ബിഗ് ബാങ് തിയറിനെ ചലഞ്ച് ചെയ്ത ഒരു സിദ്ധാന്തമായിരുന്നു അത് കൊണ്ടുവന്ന വ്യക്തിയാണ് നമ്മുടെ ജയന്ത് നാർലിക്കർ. അപ്പം ജയന്ത് നാർലിക്കറും നമ്മുടെ ഡോക്ടർ എം ആർ ശ്രീനിവാസനും അന്തരിച്ചു. ഹോമി ജെ ബാബയായിട്ട് ചേർന്ന് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറായിട്ടുള്ള അപ്സര നിർമ്മിക്കാൻ പങ്കാളിയായ വ്യക്തിയാണ് നമ്മുടെ മൂലൂർ രാമസ്വാമി ശ്രീനിവാസൻ എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ ആണവ ശാസ്ത്രജ്ഞനായിരുന്ന വ്യക്തി. അപ്പോൾ ഇവർ രണ്ടുപേരും 2025 മെയ് 20-ന് അന്തരിച്ചു. അതും അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ ഫ്രം ഫിഷൻ ടു ഫ്യൂഷൻ ആരുടെ കൃതിയാണ്? ഫ്രം ഫിഷൻ ടു ഫ്യൂഷൻ എം ആർ ശ്രീനിവാസന്റെ കൃതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു പാർട്ടിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്ത പാർട്ടുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു ഓൾ.